ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഡിഗ്രി പ്രിലിംസിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട 30 ചോദ്യപേപ്പറുകളും അതിൻ്റെ അനുബന്ധ വസ്തുതകളുടെയും 4ാമത്തെ ക്ലാസ്സാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. മൊത്തമായി കാണുക. അതിനുശേഷം ഇതിൻ്റെ PDF നോട്ട് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ക്ലാസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. ഓരോ ചോദ്യവും അതിൻ്റെ അനുബന്ധ വസ്തുതകളും SCRT NCRT ഫാക്റ്റ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു ക്ലാസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലെങ്ത്ത് അല്പം കൂടുതലായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് വരാനിരിക്കുന്ന എല്ലാ എക്സാമുകൾക്കും ഉപകാരപ്രദമായിരിക്കും ക്ലാസ്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: ഇന്ത്യയിലെ പണനയത്തിൻ്റെ ഉപകരണങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. ഇന്ത്യയിലെ പണനയത്തിൻ്റെ ഉപകരണങ്ങൾ കണ്ടെത്തുക. ഈ ചോദ്യത്തിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് NCRT +2 എക്കണോമിക്സിലെ ഇൻട്രൊഡക്ടറി മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന 3ാമത്തെ ചാപ്റ്ററിൽ നിന്നും ചോദിച്ച ചോദ്യമാണിത്. ഓപ്ഷൻ നമുക്ക് നോക്കാം. മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ്. ഓപ്ഷൻ 2 കമ്മി ധനസഹായം. ഓപ്ഷൻ 3 നിയമാനുസൃത ലിക്വിഡിറ്റി റേഷ്യോ. ഓപ്ഷൻ 4 നികുതി നയങ്ങൾ. ഇതിൽ ഇന്ത്യയിലെ പണനയത്തിൻ്റെ ഉപകരണങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമ്മൾ പഠിച്ചിരിക്കണം എന്താണ് ഈ പണനയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു സമ്പദ് വ്യവസ്ഥയിലെ പണത്തിൻ്റെ ലഭ്യത, പണത്തിൻ്റെ അളവ്, പലിശ നിരക്ക് എന്നിവയെ സംബന്ധിച്ചുള്ള കേന്ദ്ര ബാങ്കിൻ്റെ നയത്തെയാണ് നമ്മൾ എന്തെന്നുകൊണ്ട് വിളിക്കുന്നത്? പണനയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് പണനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമ്പദ് വ്യവസ്ഥയിലെ പണത്തിൻ്റെയും അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന വായ്പയുടെയും നിയന്ത്രണം കേന്ദ്ര ബാങ്കിൻ്റെ ചുമതലയാണ്. അങ്ങനെ പണലഭ്യത, അതേപോലെ തന്നെ പണത്തിൻ്റെ അളവ്, അതേപോലെ തന്നെ പലിശ നിരക്ക്. ഓക്കെ, പലിശ നിരക്ക്. ഈ 3 കാര്യങ്ങളെയും സംബന്ധിച്ചുള്ള കേന്ദ്ര ബാങ്കിൻ്റെ നയത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പണനയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മക്കളെ, ക്രിസ്റ്റൽ ക്ലാരിറ്റി ആയല്ലോ. അതായത് പണലഭ്യത, അതേപോലെ തന്നെ പണത്തിൻ്റെ അളവ്, അതേപോലെ തന്നെ പലിശ നിരക്ക്, ഈ 3 കാര്യങ്ങളെയും സംബന്ധിച്ചുള്ള കേന്ദ്ര ബാങ്കിൻ്റെ നയത്തെ പറയുന്നതാണ് പണനയം എന്ന് പറയുന്നത്. അതായത് ഒരു സമ്പദ് വ്യവസ്ഥയിലെ പണത്തിൻ്റെ സപ്ലൈയും വായ്പയുടെ നിയന്ത്രണവും കേന്ദ്ര ബാങ്കിൻ്റെ ചുമതലയാണ്. ഇതിനായി ഈ കേന്ദ്ര ബാങ്ക് കൈക്കൊള്ളുന്ന നയമാണ് എന്തെന്ന് പറയുന്നത്? പണനയം. ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ പണലഭ്യത, പണത്തിൻ്റെ അളവ്, പലിശ നിരക്ക് ഇവയെ സംബന്ധിച്ചുള്ള കേന്ദ്ര ബാങ്കിൻ്റെ നയത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം? പണനയം എന്ന് വിളിക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണലഭ്യതയും അതേപോലെ തന്നെ വായ്പയും നിയന്ത്രിക്കുന്നത് പണനയത്തിലെ ഉപകരണങ്ങൾ വഴിയാണ്. അങ്ങനെ നമുക്ക് പണനയത്തിലെ പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ എത്ര എണ്ണമാണെന്ന് ചോദിച്ചാൽ 4 എണ്ണമാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ പണനയത്തിലെ പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ 4 എണ്ണമാണ്. ഈ 4 എണ്ണത്തിലെ ഒന്നാമത്തെ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ബാങ്ക് റേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബാങ്ക് റേറ്റ്. രണ്ടാമത്തേതാണ് തുറന്ന വിപണി. എന്താണ്? തുറന്ന വിപണിയാണ് രണ്ടാമത്തെ. മൂന്നാമത്തെ എന്താണെന്ന് ചോദിച്ചാൽ മക്കളെ, അത് കരുതൽ ധനാനുപാതത്തിലെ മാറ്റം. കരുതൽ ധനാനുപാതത്തിലെ മാറ്റം. അതേപോലെ തന്നെ സ്റ്റെറിലൈസേഷൻ നടപടികൾ. എന്താണ്? സ്റ്റെറിലൈസേഷൻ നടപടികൾ. ഇവയാണ് എന്തെന്ന് പറയുന്നത്? കേന്ദ്ര ബാങ്ക് പണനയത്തിലെ പ്രധാന ഉപകരണങ്ങളായിട്ട് കരുതപ്പെടുന്ന സാധനങ്ങൾ. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് ഒന്നാമത്തെയാണ് ബാങ്ക് റേറ്റ്, രണ്ടാമത്തത് തുറന്ന വിപണി, മൂന്നാമത്തത് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് കരുതൽ ധനാനുപാതത്തിലെ മാറ്റം, ചേഞ്ച് ഇൻ ക്യാഷ് റിസർവ് റേഷ്യോ, അതേപോലെ തന്നെ സ്റ്റെറിലൈസേഷൻ. അപ്പോൾ ഒന്നാമത്തെ ബാങ്ക് റേറ്റ് ആണ്, രണ്ടാമത്തെ തുറന്ന വിപണി പ്രവർത്തനങ്ങൾ, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ,
മൂന്നാമത്തെ കരുതൽ ധനാനുപാതത്തിലെ മാറ്റം, ചേഞ്ച് ഇൻ ക്യാഷ് റിസർവ് റേഷ്യോ. നാലാമത്തെ സ്റ്റെറിലൈസേഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് പണനയം എന്നുള്ളതാണ് ആദ്യം നമ്മൾ പഠിച്ചത്. അതായത് ഒരു സമ്പദ് വ്യവസ്ഥയിലെ പണത്തിൻ്റെ സപ്ലൈയും വായ്പയുടെ നിയന്ത്രണവും കേന്ദ്ര ബാങ്കിൻ്റെ ചുമതലയാണ്. ഇതിനായി ബാങ്ക് കൈക്കൊള്ളുന്ന നയത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? യെസ്, പണനയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പണനയത്തിൻ്റെ പ്രധാനപ്പെട്ട നിലവിൽ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണനയത്തിൽ ഒന്ന് എന്താണ്? പണത്തിൻ്റെ ലഭ്യത. രണ്ട് പണത്തിൻ്റെ അളവ്. മൂന്ന് പലിശ നിരക്ക്. ഓക്കെ, അപ്പോൾ പണത്തിൻ്റെ ലഭ്യത, പണത്തിൻ്റെ അളവ്, പലിശ നിരക്ക് എന്നിവയെ സംബന്ധിച്ചുള്ള കേന്ദ്ര ബാങ്കിൻ്റെ നയത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം? പണനയമെന്ന് വിളിക്കാം. ഇനി പണനയത്തിലെ പ്രധാന ഉപകരണങ്ങൾ എത്ര എണ്ണാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാ മക്കളെ? 4 എണ്ണമാണ്. അതിൻ്റെ അകത്ത് ഒന്നാമത്തെയാണ് ബാങ്ക് റേറ്റ്, രണ്ടാമത്തെ തുറന്ന വിപണി, മൂന്നാമത്തെ കരുതൽ ധനാനുപാതം, നാലാമത്തെ എന്താണ്? സ്റ്റെറിലൈസേഷൻ നടപടികൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഗുണപരമായ ഉപാധികൾ, അളവുപരമായ ഉപാധികൾ എന്നിങ്ങനെ പണനയ ഉപാധികളെ രണ്ടായി നമുക്ക് തരംതിരിക്കാം. ഗുണപരമായ ഉപാധി എന്ന് പറയുന്നതാണ് നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞ ബാങ്ക് റേറ്റ്. അതെന്താ? ഗുണപരമായ ഉപാധികളാണ്. അതായത് ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് എന്നാണ് ഇംഗ്ലീഷിൽ ഇത് പറയുന്നത്. ഗുണപരമായ ഉപാധികൾ, അതായത് നമുക്ക് ഗുണപരമായ ഉപാധികൾ എന്നും അതേപോലെ തന്നെ എന്താണ് അളവുപരമായ ഉപാധികൾ, അതായത് ക്വാളിറ്റേറ്റീവ് മെത്തേഡ് എന്നും ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്. ഓക്കെ, ക്വാളിറ്റേറ്റീവ് മെത്തേഡ് എന്നും അതേപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് എന്നും നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഓക്കെ, അതായത് ഗുണപരമായ ഉപാധികൾ, അതായത് ക്വാളിറ്റേറ്റീവ് മെത്തേഡ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്നതാണ് ബാങ്ക് റേറ്റ്. അതേപോലെ തന്നെ തുറന്ന വിപണി പ്രവർത്തനം, അതും എന്താണ്? ഈ പറയുന്ന ക്വാളിറ്റേറ്റീവ് മെത്തേഡിൽ വരുന്നതാണ്. അതേപോലെ തന്നെ കരുതൽ ധനാനുപാതത്തിലെ മാറ്റം, അതും ക്വാളിറ്റേറ്റീവ് മെത്തേഡിൽ വരുന്നതാണ്. അടുത്തത് സ്റ്റെറിലൈസേഷൻ നടപടി, ഇതും എന്ത് തന്നെയാണ്? ക്വാളിറ്റേറ്റീവ് മെത്തേഡ്, അതായത് എന്താണ്? ഗുണപരമായ ഉപാധികളിൽ പെടുന്നതാണ്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഈ പറയുന്ന അളവുപരമായ ഉപാധികൾ, അതായത് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ക്വാണ്ടിറ്റേറ്റീവ്. ഓക്കെ, ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് 3 എണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ക്വാളിറ്റേറ്റീവ് മെത്തേഡ് എത്ര എണ്ണം പഠിക്കാനെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 എണ്ണമാണ് പഠിക്കാനുള്ളത്. ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് എത്ര എണ്ണമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അത് 3 എണ്ണമാണ് പഠിക്കാനുള്ളത്. അതിൻ്റെ അകത്ത് വരുന്നതാണ് ഒന്നാമത്തെ ധാർമ്മിക പ്രേരണ. ഓക്കെ, എന്താണ്? ധാർമ്മിക പ്രേരണ എന്ന് പറയുന്നത് എന്താണ്? അളവുപരമായ ഉപാധികളിൽ പെടുന്ന ഒന്നാമത്തെയാണ് ധാർമ്മികപരമായ പ്രേരണ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് മാർജിൻ റിക്വയർമെൻറ്റ്സ്. ഓക്കെ, മാർജിൻ റിക്വയർമെൻറ്റ്. അടുത്തതാണ് മൂന്നാമത്തെ പ്രത്യക്ഷ നടപടി. ഓക്കെ, അപ്പോൾ അങ്ങനെ എത്ര എണ്ണമാണ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ 3 എണ്ണമാണ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്. ക്വാളിറ്റേറ്റീവ് മെത്തേഡ് എത്ര എണ്ണമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 എണ്ണമാണ്. അപ്പോൾ ഇത് 4ഉം എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി ഇത് ഓരോന്നും എന്തൊക്കെയാണെന്നുള്ളതാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അതായത് കേന്ദ്ര ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് കടം കൊടുക്കുന്ന നിരക്കിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ബാങ്ക് റേറ്റ്. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നും എന്താണെന്നുള്ളത് പഠിക്കാം. അതായത് ഗുണപരമായ ഉപാധികളായിട്ടുള്ള ക്വാളിറ്റേറ്റീവ് മെത്തേഡിൽ പെടുന്ന ബാങ്ക് റേറ്റ് എന്താണെന്നുള്ളത് പഠിക്കണം. അതേപോലെ തന്നെ തുറന്ന വിപണി എന്താണെന്നുള്ളത് പഠിക്കണം. കരുതൽ ധനാനുപാതത്തിലെ മാറ്റം പഠിക്കണം. സ്റ്റെറിലൈസേഷൻ നടപടി എന്താണെന്നുള്ളത് പഠിക്കണം. അതാണ് ഗുണപരമായ മാറ്റങ്ങളിൽ നമുക്ക് പഠിക്കേണ്ടത്. അതായത് എന്താണ് നമ്മൾ പറഞ്ഞത്? ക്വാളിറ്റേറ്റീവ് മെത്തേഡ്, ക്വാളിറ്റേറ്റീവ് മെത്തേഡിലെ കാര്യങ്ങളായിട്ടുള്ള എത്ര എണ്ണം മക്കളെ? 4 എണ്ണം പഠിക്കണം. അതേപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് അതിൻ്റെ അകത്ത് വരുന്ന എത്ര എണ്ണം പഠിക്കണം? 3 എണ്ണം പഠിക്കണം. അപ്പോൾ ക്വാളിറ്റേറ്റീവ് മെത്തേഡിൽ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? യെസ്, ബാങ്ക് റേറ്റ് ആണ്. അതായത് കേന്ദ്ര ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക്. ഓക്കെ, അപ്പോൾ കേന്ദ്ര ബാങ്ക് ആർക്കാണ്?
വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന കടത്തിനാണ് എന്തെന്ന് പറയുന്നത്, നമ്മൾ ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കേന്ദ്ര ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് കടം കൊടുക്കുന്ന നിരക്കിന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കടം കൊടുക്കുന്ന നിരക്ക്, ഓക്കെ, കടം കൊടുക്കുന്ന നിരക്കാണ് എന്തെന്ന് പറയുന്നത്, ബാങ്ക് റേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ കടം കൊടുക്കുന്ന നിരക്ക്, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. അതായത് ആർക്ക് കൊടുക്കുന്നു, കേന്ദ്ര ബാങ്ക് ആർക്ക് കൊടുക്കുന്നു, വാണിജ്യ ബാങ്കുകൾക്ക് കൊടുക്കുന്ന നിരക്ക്, കടം കൊടുക്കുന്ന നിരക്കാണ് ബാങ്ക് റേറ്റ്. അടുത്തത് കേന്ദ്ര ബാങ്ക്, അതേപോലെ തന്നെ എന്താണ്, കേന്ദ്ര ബാങ്ക് ഗവൺമെൻറ്റിൻ്റെ കടപ്പത്രങ്ങൾ തുറന്ന വിപണിയിൽ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് തുറന്ന വിപണി പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, തുറന്ന വിപണി പ്രവർത്തനങ്ങൾ, തുറന്ന വിപണി പ്രവർത്തനങ്ങൾ എന്താണ്, കേന്ദ്ര ബാങ്ക് ഗവൺമെൻറ്റിൻ്റെ കടപ്പത്രങ്ങൾ, ഓക്കെ, കേന്ദ്ര ബാങ്ക് ഗവൺമെൻറ്റിൻ്റെ കടപ്പത്രങ്ങൾ തുറന്ന വിപണിയിൽ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് തുറന്ന വിപണി പ്രവർത്തനങ്ങൾ. അതാണ് എന്തെന്ന് പറയുന്നത്, തുറന്ന വിപണി, അതായത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. ഓക്കെ, ഇനി അടുത്തതാണ് നമുക്ക് പഠിക്കാനുള്ളത് കരുതൽ ധനാനുപാതത്തിലെ മാറ്റം, അതായത് CRR എന്ന് പറയുന്നത്. എല്ലാ വാണിജ്യ ബാങ്കുകൾക്കും അവർക്ക് ലഭിക്കുന്ന ഡെപ്പോസിറ്റുകളുടെ ഒരു നിശ്ചിത ശതമാനം കേന്ദ്ര ബാങ്കിൽ റിസർവായി സൂക്ഷിക്കുന്നതിനെ അറിയപ്പെടുന്നതാണ് കരുതൽ ധനാനുപാതം അല്ലെങ്കിൽ CRR എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാണിജ്യ ബാങ്കുകളുടെ വായ്പാശേഷി CRRനെ എന്ത് ചെയ്തിരിക്കുന്നു, ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ എന്താണ് CRR എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, അതായത് നിലവിൽ എല്ലാ വാണിജ്യ ബാങ്കുകളും അവർക്ക് ലഭിക്കുന്ന, അപ്പോൾ നമ്മളൊക്കെ കൊടുക്കുന്ന ഡെപ്പോസിറ്റുകളാണെങ്കിലും ആ ഡെപ്പോസിറ്റുകളുടെ ഒരു നിശ്ചിത ശതമാനം കേന്ദ്ര ബാങ്കിൽ റിസർവായി സൂക്ഷിക്കുന്നതിനെ അറിയപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത്, കരുതൽ ധനാനുപാതം. ഈ കരുതൽ ധനാനുപാതത്തിനെ ആശ്രയിച്ചാണ് വാണിജ്യ ബാങ്കുകളുടെ വായ്പാ ശേഷി നമ്മൾ നിർണ്ണയിക്കുന്നത്. ഓക്കെ, സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉള്ളിലേക്കോ പുറത്തേക്കോ ഉള്ള വിദേശ നാണയത്തിൻ്റെ അമിത പ്രവാഹത്തെ തടഞ്ഞ് സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരമാക്കാൻ കേന്ദ്ര ബാങ്ക് സ്വീകരിക്കുന്ന നടപടികളെയാണ് സ്റ്റെറിലൈസേഷൻ നടപടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റെറിലൈസേഷൻ നടപടികൾ, അതായത് എന്താണ്, സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉള്ളിലേക്കോ പുറത്തേക്കോ ഉള്ള വിദേശ നാണയത്തിൻ്റെ അമിത പ്രവാഹത്തെ തടഞ്ഞ് സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരമാക്കാൻ കേന്ദ്ര ബാങ്ക് സ്വീകരിക്കുന്ന നടപടികളാണ് സ്റ്റെറിലൈസേഷൻ നടപടികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കരുതൽ ധനാനുപാതത്തിന് പുറമെ വാണിജ്യ ബാങ്കുകൾ മൊത്തം ഡെപ്പോസിറ്റുകളുടെ ഒരു നിശ്ചിത ശതമാനം ഗവൺമെൻറ് സെക്യൂരിറ്റിയിലും സ്വർണത്തിലും നിക്ഷേപിക്കുന്നതിനെ അറിയപ്പെടുന്നതാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി അനുപാതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇനി പഠിക്കാനുള്ളത് ഇത്രയാണ്. നമുക്ക് ഏതിൻ്റെ അകത്ത് വരുന്നത്, ഗുണപരമായ ഉപാധികൾ, അതായത് ക്വാളിറ്റേറ്റീവ് മെത്തേഡിൽ വരുന്നത്. ഇനി നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡിലെ 3 ഏതൊക്കെയാണെന്ന് കൂടി പഠിച്ചു കഴിഞ്ഞാൽ പരിപാടി ക്ലോസ് ആയി. ഓക്കെ, അതായത് കേന്ദ്ര ബാങ്കിൻ്റെ വായ്പാ നയം നടപ്പിലാക്കുവാൻ അംഗ ബാങ്കുകളെ പ്രേരിപ്പിക്കുന്നതാണ് ധാർമ്മിക പ്രേരണ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് മോറൽ ആക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കേന്ദ്ര ബാങ്കിൻ്റെ വായ്പാ നയം നടപ്പിലാക്കുവാൻ അംഗ ബാങ്കുകളെ പ്രേരിപ്പിക്കുന്നതാണ് ധാർമ്മിക പ്രേരണ. എന്താണ് ധാർമ്മിക പ്രേരണ? ഉപഭോക്താവ് ആവശ്യപ്പെട്ട വായ്പയുടെ അളവിനേക്കാളും കുറഞ്ഞ അളവിൽ വായ്പ നൽകുന്നതിനെ മാർജിനൽ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ മാർജിനൽ റിക്വയർമെൻറ്റ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, അതായത് നിലവിൽ ഉപഭോക്താവ് ആവശ്യപ്പെട്ടത് 1,00,000 രൂപയാണെങ്കിൽ അതിൻ്റെ അളവിനേക്കാൾ കുറഞ്ഞ അളവിൽ മാത്രമാണ് അവർക്ക് എന്ത് നൽകുള്ളൂ, നിലവിൽ വായ്പ നൽകുള്ളൂ. ഇപ്പോൾ 1,00,000 രൂപയാണ് നമ്മൾ ആവശ്യപ്പെടണമെങ്കിൽ നമുക്കവിടെ വരുന്നത് എത്ര രൂപയായിരിക്കും, ഒരു 50,000 രൂപയാണ് കിട്ടത്തുള്ളൂ എങ്കിൽ അതെന്താണ്, അങ്ങനെയുള്ള ആ ഒരു നടപടിയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, മാർജിനൽ റിക്വയർമെൻറ്റ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കേന്ദ്ര ബാങ്കിൻ്റെ നയങ്ങൾ, അതായത് ഉപഭോക്താവ് ആവശ്യപ്പെട്ട വായ്പയുടെ അളവിനേക്കാളും കുറഞ്ഞ അളവിൽ വായ്പ നൽകുന്നതിനെ മാർജിനൽ റിക്വയർമെൻറ്റ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് കേന്ദ്ര ബാങ്കിൻ്റെ നയങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കുന്ന വാണിജ്യ ബാങ്കുകളുടെ മേൽ കേന്ദ്ര ബാങ്ക് സ്വീകരിക്കുന്ന ശിക്ഷാ നടപടികളാണ്
പ്രത്യക്ഷ നടപടികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് പ്രത്യക്ഷ നടപടികൾ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര ബാങ്കിൻ്റെ നയങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കുന്ന വാണിജ്യ ബാങ്കുകളുടെ മേൽ കേന്ദ്ര ബാങ്ക് സ്വീകരിക്കുന്ന ശിക്ഷാ നടപടികളാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന പ്രത്യക്ഷ നടപടികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ മൂന്ന് നമ്മൾ നിലവിൽ എന്ത് ചെയ്തേണ്ട പഠിച്ചു, പ്രത്യക്ഷ നടപടികൾ. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ജസ്റ്റ് ഒന്ന് RBIയുടെ കുറച്ച് പോയിന്റ്സ് പറഞ്ഞ് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. അതായത് റിസർവ് ബാങ്കിൻ്റെ പ്രധാന ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബാങ്ക്, നോട്ട് അച്ചടിച്ചിറക്കൽ, ഓരോ ബജറ്റിലും വായ്പ നിയന്ത്രിക്കൽ, സർക്കാരിൻ്റെ ബാങ്ക്, ബാങ്കുകളുടെ ബാങ്ക് എന്നൊക്കെ അറിയപ്പെടുന്നത് RBI ആണ്. ഓക്കെ, അപ്പോൾ റിസർവ് ബാങ്കിൻ്റെ പ്രധാന ധർമ്മങ്ങളാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നു, നോട്ട് അച്ചടിച്ചിറക്കൽ, ഓരോ ബജറ്റിലും വായ്പ നിയന്ത്രിക്കൽ, സർക്കാരിൻ്റെ ബാങ്ക്, ബാങ്കുകളുടെ ബാങ്ക്. എല്ലാ ബാങ്കുകളുടെയും നിയന്ത്രിക്കുന്ന പരമോന്നത ബാങ്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവും ഏത് തന്നെയാണ്? RBI ആണ്. എല്ലാ ബാങ്കുകളുടെയും പണ സംബന്ധമായ കാര്യങ്ങളുടെ അവസാന ആശ്രയമാകുന്നതും ഏത് തന്നെയാണ്? നമ്മുടെ RBI ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളെങ്കിലും RBIയുമായി ബന്ധപ്പെട്ട് പഠിച്ചു വയ്ക്കുക. അപ്പോൾ നമ്മൾ ഇത്രയും നേരവും പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? പണനയം എന്താണെന്ന് പറഞ്ഞു, പണനയത്തിലെ ഉപകരണങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു, അതേപോലെ തന്നെ 4 ഉപകരണങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതും അതിൻ്റെ രണ്ടായി വീണ്ടും എന്താണ് ഈ പണനയത്തിലെ ഉപകരണങ്ങളെ തരംതിരിക്കാം. അതിലൊന്നാണ് ഗുണപരമായ ഉപാധികളും അളവുപരമായ ഉപാധികൾ, ക്വാളിറ്റേറ്റീവ് മെത്തേഡും ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡും. ക്വാളിറ്റേറ്റീവ് മെത്തേഡിൽ പറയുന്നത് 4 എണ്ണമാണ്. ബാങ്ക് റേറ്റ്, തുറന്ന വിപണി പ്രവർത്തനങ്ങൾ, കരുതൽ ധനാനുപാതത്തിലെ മാറ്റം, സ്റ്റെറിലൈസേഷൻ നടപടി. അളവുപരമായ ഉപാധികളിൽ പറയുന്നതാണ് ധാർമ്മിക ഭരണ, മാർജിൻ റിക്വയർമെൻറ്റ്സ്, പ്രത്യക്ഷ നടപടികൾ. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ ഓരോന്നും എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. എന്താണ് ബാങ്ക് റേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, കേന്ദ്ര ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്നത്. ഓക്കെ, അപ്പോൾ കേന്ദ്ര ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്നതാണ് എന്തെന്ന് പറയുന്നത്, ബാങ്ക് റേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് നമ്മൾ പറഞ്ഞു തുറന്ന വിപണി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തുറന്ന വിപണി പ്രവർത്തനം എന്താ? കേന്ദ്ര ബാങ്ക് ഗവൺമെൻറ്റിൻ്റെ കടപ്പത്രങ്ങൾ തുറന്ന വിപണിയിൽ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് തുറന്ന വിപണി പ്രവർത്തനം എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. കേന്ദ്ര ബാങ്ക് ഗവൺമെൻറ്റിൻ്റെ കടപ്പത്രങ്ങളാണ് തുറന്ന വിപണിയിൽ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ തുറന്ന വിപണി പ്രവർത്തനങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത് നമ്മൾ പറഞ്ഞു എന്താണ് CRR, അതായത് എല്ലാ വാണിജ്യ ബാങ്കുകളും അവർക്ക് ലഭിക്കുന്ന ഡെപ്പോസിറ്റുകളുടെ ഒരു നിശ്ചിത ശതമാനം കേന്ദ്ര ബാങ്കിൽ റിസർവായി സൂക്ഷിക്കുന്നതിനെയാണ് കരുതൽ ധനാനുപാതം അല്ലെങ്കിൽ CRR എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാണിജ്യ ബാങ്കുകളുടെ വായ്പാ ശേഷി എന്ന് പറയുന്നത് എപ്പോഴും CRRനെ എന്താണ് CRRുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി നമ്മൾ പറഞ്ഞു, അതായത് സ്റ്റെറിലൈസേഷൻ നടപടി എന്താണെന്ന് ചോദിച്ചാൽ, സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉള്ളിലോ അല്ലെങ്കിൽ പുറത്തോ ഉള്ള വിദേശ നാണയത്തിൻ്റെ അമിത പ്രവാഹത്തെ തടഞ്ഞ് സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരമാക്കാൻ കേന്ദ്ര ബാങ്ക് സ്വീകരിക്കുന്ന നടപടിയാണ് സ്റ്റെറിലൈസേഷൻ നടപടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത്രയാണ് നമുക്ക് ഏതിൻ്റെ അകത്ത് പഠിക്കാനുള്ളത്? ഗുണപരമായ ഉപാധി അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് മെത്തേഡിൽ പഠിക്കാനുള്ളത്. ഇനി അടുത്ത് നമ്മൾ പറഞ്ഞു ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് എന്തൊക്കെയാണെന്നുള്ളത്. അതിൽ വരുന്ന ഒന്നാമത്തെയാണ് ധാർമ്മിക പ്രേരണ എന്നത്. എന്തിലെയാണ്? അളവുപരമായ ഉപാധി വരുന്നതാണ് ധാർമ്മിക പ്രേരണ. അതായത് ഉപഭോക്താവ് ഒരു പൈസ ആവശ്യപ്പെടുകയാണ് വായ്പ. അപ്പോൾ അതിൻ്റെ നമ്മൾ പറഞ്ഞു 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ടാൽ അതിൻ്റെ അകത്ത് അതിൽ താഴെ വരുന്ന ഏത് വായ്പയും കൊടുക്കുന്ന ആ ഒരു നയത്തെ പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന ധാർമ്മിക പ്രേരണ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മാർജിനൽ റിക്വയർമെൻറ്റ്സ് എന്താണെന്ന് ചോദിച്ചാൽ, കേന്ദ്ര ബാങ്കിൻ്റെ നയങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്ന വാണിജ്യ ബാങ്കുകളുടെ മേൽ കേന്ദ്ര ബാങ്ക് സ്വീകരിക്കുന്ന ശിക്ഷാ നടപടികളാണ് എന്തെന്ന് പറയുന്നത്, മാർജിനൽ റിക്വയർമെൻറ്റ്സ്. അടുത്തതാണ് നമ്മൾ പറഞ്ഞു പ്രത്യക്ഷ നടപടി എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? അംഗീകൃത സർക്കാർ സെക്യൂരിറ്റികൾ ഈടുവെച്ച് ഒറ്റ രാത്രി കൊണ്ട് RBIയിൽ നിന്ന് ബാങ്കുകൾ കടമെടുക്കുന്ന ആ ഒരു എന്താണ് നിരക്കിനെ പറയുന്നതാണ് മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. MSF എന്നാണ് ഇതിനെ പറയുന്നത്. അംഗീകൃത സർക്കാർ സെക്യൂരിറ്റികൾ ഈടുവെച്ച് എന്ത് ചെയ്യുന്നു? ഒറ്റ രാത്രി കൊണ്ട് RBIയിൽ നിന്ന് ബാങ്കുകൾ കടമെടുക്കുന്ന നിരക്കാണ് മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റി MSF. പിന്നെ നമ്മൾ പറഞ്ഞു RBIയും RBIയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. നമ്മൾ പറഞ്ഞു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് ഏതാണ്? RBI ആണ്.
അതേപോലെ തന്നെ എന്താണ് നോട്ട് അച്ചടിച്ചിറക്കൽ, ഓരോ ബഡ്ജറ്റിലും വായ്പ എന്ത് ചെയ്യുന്നു, നിയന്ത്രിക്കൽ, സർക്കാരിൻ്റെ ബാങ്ക്, ബാങ്കുകളുടെ ബാങ്ക് എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാ, RBI എന്നാണ്. എല്ലാ ബാങ്കുകളുടെയും നിയന്ത്രിക്കുന്ന പരമോന്നത ബാങ്കാണ്. ഓക്കെ, എല്ലാ ബാങ്കുകളെയും നിയന്ത്രിക്കുന്ന പരമോന്നത ബാങ്കാണ് RBI എന്ന് പറയുന്നത്. എല്ലാ ബാങ്കുകളുടെയും പണസംബന്ധമായ കാര്യങ്ങളുടെ അവസാന ആശ്രയമാകുന്നതും ഏത് തന്നെയാണ്, RBI തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം ഒന്ന് ഓർത്ത് വയ്ക്കുക. വളരെ ക്രിസ്റ്റൽ ക്ലാരിറ്റിയോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഓക്കെ, ചോദ്യത്തിലേക്ക് പോവാം. ഒരു സങ്കോചപരമായ ധനനയത്തിൽ സർക്കാർ എന്താണ് ചെയ്യുന്നത്? ഓക്കെ, അപ്പോൾ ഒരു സങ്കോചപരമായ ധനനയത്തിൽ സർക്കാർ എന്താണ് ചെയ്യുന്നത്? ഓപ്ഷൻ നമുക്ക് നോക്കാം. ഓപ്ഷൻ എ, ഉയർന്ന സർക്കാർ ചെലവും കുറഞ്ഞ നികുതികളും. 2, ഉയർന്ന സർക്കാർ ചെലവും ഉയർന്ന നികുതികളും. 3, കുറഞ്ഞ സർക്കാർ ചെലവും ഉയർന്ന നികുതികളും. 4, കുറഞ്ഞ സർക്കാർ ചെലവും കുറഞ്ഞ നികുതികളും. അപ്പോൾ ഒരു സങ്കോചപരമായ ധനനയത്തിൽ സർക്കാർ എന്താണ് ചെയ്യുന്നത്? ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത് www.imf.org എന്ന് പറയുന്ന സൈറ്റിൽ നിന്നുമാണ് ഈ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉത്തരം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് കുറഞ്ഞ സർക്കാർ ചെലവും ഉയർന്ന നികുതികളുമാണ് ഒരു സങ്കോചപരമായ ധനനയത്തിൽ സർക്കാർ ചെയ്യുന്നത്. കുറഞ്ഞ സർക്കാർ ചെലവും ഉയർന്ന നികുതികളുമാണ്. ഇന്ത്യൻ ധനകാര്യ മന്ത്രാലയമാണ് ഒരു രാജ്യത്തിൻ്റെ ധനനയം വികസിപ്പിക്കുന്നത്. അപ്പോൾ ധനനയം വികസിപ്പിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ മക്കളെ, ആരാണ്? അതായത് ഇന്ത്യൻ ധനകാര്യ മന്ത്രാലയമാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യൻ ധനകാര്യ മന്ത്രാലയമാണ് രാജ്യത്തിൻ്റെ ധനനയം വികസിപ്പിക്കുന്നത്. ഒരു രാജ്യത്ത് ഒരേ സമയം സർക്കാർ ചെലവ് കുറയ്ക്കുകയും നികുതി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിനെയാണ് സങ്കോചപരമായ ധനനയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു രാജ്യത്ത് ഒരേ സമയം സർക്കാർ ചെലവ് കുറയ്ക്കുകയും നികുതി വർദ്ധിപ്പിക്കുകയും. ഓക്കെ, അപ്പോൾ സർക്കാർ ചെലവ് എന്ത് ചെയ്യുന്നു? സർക്കാരിൻ്റെ ചിലവ് കുറയ്ക്കുകയും അതേപോലെ തന്നെ നികുതി എന്ത് ചെയ്യുന്നു? വർദ്ധിപ്പിക്കുന്നു. ഓക്കെ, നികുതി വർദ്ധിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു നയമാണ് സങ്കോചപരമായ ധനനയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു രാജ്യത്ത് പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ സങ്കോച നയമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു രാജ്യത്ത് എന്താണ്? പണപ്പെരുപ്പം നിയന്ത്രിക്കാനായിട്ട് ഏത് തരം നയമാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സങ്കോച നയമാണ് സ്വീകരിക്കുന്നത്. സങ്കോച നയമാണ് നിലവിൽ എന്ത് ചെയ്യുന്നത്? സ്വീകരിക്കുന്നത്. സാമ്പത്തിക വളർച്ചയെ ഉത്തേജിപ്പിക്കുന്നതിനായി സർക്കാർ ചെലവ് വർദ്ധിപ്പിക്കുകയും നികുതി നിരക്കുകൾ കുറയ്ക്കുകയും ചെയ്യുന്നു. ഇതിനെ വിപുലീകരണ ധനനയത്തിലൂടെ പോകുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി പൊതുവരുമാനം, പൊതുച്ചെലവ്, പൊതുകടം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയമാണ് ധനനയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് ധനനയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പൊതുവരുമാനം. ഓക്കെ, പൊതുവരുമാനം, അതേപോലെ തന്നെ എന്താണ്? പൊതുവരുമാനം, അതേപോലെ തന്നെ പൊതുവരുമാനം, പൊതുകടം. ഓക്കെ, പൊതുവരുമാനം, പൊതുച്ചെലവ്, പൊതുകടം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയമാണ് ധനനയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബജറ്റിൽ കൂടിയാണ് ധനനയം നടപ്പിലാക്കുന്നത്. വികസന പ്രവർത്തനങ്ങൾ പരിപോഷിപ്പിക്കാനും അതേപോലെ വളർച്ച കൈവരിക്കാനും നല്ല ധനനയം വഴി സാധിക്കുന്നു. ധനനയം രാജ്യത്തിൻ്റെ പുരോഗതിയെ സ്വാധീനിക്കുന്നു. ധനനയത്തിൻ്റെ ചില ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാമ്പത്തിക സ്ഥിരത കൈവരിക്കുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക. ഇതൊക്കെയാണ് ധനനയത്തിൻ്റെ ചില ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത്. ഓക്കെ, ഇനി മൊത്തം ഡിമാൻഡിനെ നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പൊതുചെലവ്, പൊതുകടം, നികുതി നിരക്ക് എന്നിവയുമായി ബന്ധപ്പെട്ട് ഒരു രാജ്യത്തെ ഗവൺമെൻറ് നടപ്പിലാക്കുന്ന നയത്തെയും
ധനനയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നു. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇത്രയും കാര്യങ്ങളെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചു വയ്ക്കാം. അതായത് ഇന്ത്യൻ ധനകാര്യ മന്ത്രാലയം, ഓക്കെ, ഇന്ത്യൻ ധനകാര്യ മന്ത്രാലയമാണ് ധനനയം എന്ത് ചെയ്യുന്നത്, വികസിപ്പിക്കുന്നത്. രാജ്യത്ത് ഒരേ സമയം, ഓക്കെ, രാജ്യത്ത് ഒരേ സമയം എന്താണ്, ഒരേ സമയം സർക്കാർ ചെലവ് കുറയ്ക്കുകയും അതേപോലെ തന്നെ എന്താണ്, നികുതി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ സർക്കാർ ചെലവ് കുറയ്ക്കുകയും നികുതി വർദ്ധിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിനെ സങ്കോചപരമായ ധനനയം എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി രാജ്യത്ത് പണപ്പെരുപ്പം നിയന്ത്രിക്കാനായിട്ട് ഉപയോഗിക്കുന്നതും എന്താണ്, സങ്കോച നയമാണ് ഉപയോഗിക്കുന്നത്. സാമ്പത്തിക വളർച്ചയെ ഉത്തേജിപ്പിക്കുന്നതിനായി സർക്കാർ ചെലവ് വർദ്ധിപ്പിക്കുകയും നികുതി നിരക്കുകൾ കുറയ്ക്കുകയും ചെയ്യുന്നതിനെ വിപുലീകരണ ധനനയം എന്നതാണ് ഉദ്ദേശിക്കുന്നത്. വിപുലീകരണ ധനനയം എന്നത് കൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം എന്നിവയെ സംബന്ധിച്ച് സർക്കാർ നയത്തെയാണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ധനനയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ബജറ്റിൽ കൂടിയാണ് ധനനയം നടപ്പിലാക്കുന്നത്. അപ്പോൾ ബജറ്റിൽ കൂടിയാണ് ധനനയം നടപ്പിലാക്കുന്നത് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അതേപോലെ തന്നെ വികസന പ്രവർത്തനങ്ങൾ പരിപോഷിപ്പിക്കാനും വളർച്ച കൈവരിക്കാനും നല്ല ധനനയം വഴി സാധിക്കുന്നു. ധനനയം രാജ്യപുരോഗതിയെ സ്വാധീനിക്കുന്നു. ധനനയത്തിൻ്റെ ചില ലക്ഷ്യങ്ങളാണ്, 3 ലക്ഷ്യങ്ങളാണ് ധനനയത്തിൻ്റെ നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ പറഞ്ഞു, ഒന്നാമത്തെ സാമ്പത്തിക സ്ഥിരത കൈവരിക്കുക. ഓക്കെ, സാമ്പത്തിക സ്ഥിരത കൈവരിക്കുക. അതേപോലെ തന്നെ എന്താണ്, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സർക്കാർ ഇന്ത്യയിൽ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി നടപ്പിലാക്കിയത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? അപ്പോൾ സർക്കാർ ഇന്ത്യയിൽ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി നടപ്പിലാക്കിയത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ 7ാം പഞ്ചവത്സര പദ്ധതി, ഓപ്ഷൻ ബി 9ാം പഞ്ചവത്സര പദ്ധതി, ഓപ്ഷൻ സി 10ാം പഞ്ചവത്സര പദ്ധതി, ഓപ്ഷൻ ഡി 11ാം പഞ്ചവത്സര പദ്ധതി. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് നിലവിൽ എന്ത് ചെയ്യുന്നത്, ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി നടപ്പിലാക്കിയത് 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇനി 9ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് മുതൽ എന്ന് വരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ന് മുതൽ എന്ന് വരെയാ? 1997 മുതൽ 2002 വരെയാണ് മക്കളെ 9ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടമെന്ന് പറയുന്നത്. അപ്പോൾ 9ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് മുതൽ എന്ന് വരെയാണ്? 1997 മുതൽ 2002 വരെയാണ് 9ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടമെന്ന് പറയുന്നത്. സാമൂഹിക നീതിക്കും സമത്വത്തിനുമൊപ്പം എന്ന ലക്ഷ്യത്തോടെയാണ് 9ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം ഇട്ടത്. ഓക്കെ, അപ്പോൾ സാമൂഹിക നീതിക്കും സമത്വത്തിനുമൊപ്പം എന്ന ലക്ഷ്യത്തോടെയാണ് 9ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. 9ാം പഞ്ചവത്സര പദ്ധതിയുടെ മറ്റ് ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് ചോദിച്ചാൽ ഒന്നാമത്തെയാണ് സ്ത്രീ ശാക്തീകരണം എന്നത് എന്തിൻ്റെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 9ാം പഞ്ചവത്സര പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് വികേന്ദ്രീകൃത ആസൂത്രണവും ഗ്രാമവികസനവും. അപ്പോൾ വികേന്ദ്രീകൃത ആസൂത്രണവും അതേപോലെ തന്നെ എന്താണ് ഗ്രാമവികസനവും എന്തിൻ്റെയാണ്? നമ്മുടെ 9ാം പഞ്ചവത്സര പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. അതേപോലെ തന്നെ മൂന്നാമത്തെയാണ് പ്രാഥമിക ആരോഗ്യ സൗകര്യം. ഇതും എന്തിൻ്റെയാണ്?
ഈ പറയുന്ന 9ാം പഞ്ചവത്സര പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യത്തിൽ പെടുന്നവയാണ്. ഓക്കെ, സ്വാതന്ത്ര്യത്തിൻ്റെ സുവർണ ജൂബിലിയുടെ കാലത്ത് ആരംഭിച്ച പദ്ധതി. അപ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ സുവർണ ജൂബിലിയുടെ കാലത്ത്, സ്വാതന്ത്ര്യത്തിൻ്റെ സുവർണ ജൂബിലിയുടെ കാലത്ത് നിർമ്മിച്ച പദ്ധതി ഏതാ ചോദിച്ചാൽ അതും ഏത് തന്നെയാണ്? 9ാം പഞ്ചവത്സര പദ്ധതിയാണ് സ്വാതന്ത്ര്യത്തിൻ്റെ സുവർണ ജൂബിലിയുടെ കാലത്ത് ആരംഭിച്ച പദ്ധതി. 9ാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ജനകീയ പദ്ധതി. അപ്പോൾ ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാണ്? 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. ജനകീയ പദ്ധതി എന്ന പേരിൽ അറിയപ്പെടുന്നതും ഏത് തന്നെയാണ്? 9ാം പഞ്ചവത്സര പദ്ധതി. ആരായിരുന്നു ഈ സമയത്തെ നമ്മുടെ പ്രധാനമന്ത്രി എന്ന് ചോദിച്ചാൽ മക്കളെ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അടൽ ബിഹാരി വാജ്പേയി ആണ്. അടൽ ബിഹാരി വാജ്പേയി ആണ് നമ്മുടെ ഈ സമയത്ത് എന്തെന്ന് പറയുന്നത് പ്രധാനമന്ത്രി. അപ്പോൾ പി എം ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആരാണ്? അടൽ ബിഹാരി വാജ്പേയി ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. 9ാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ് ഇന്ത്യയുടെ രണ്ടാം ആണവ പരീക്ഷണം നടക്കുന്നത്. 9ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ഇന്ത്യയുടെ രണ്ടാം ആണവ പരീക്ഷണം നടക്കുന്നത്. നമുക്കറിയാം എന്നാണ്? 1998 എന്ത് നടക്കുന്നത്? ഇന്ത്യയുടെ രണ്ടാം ആണവ പരീക്ഷണം നടക്കുന്നത്. എന്നാണ് ഇന്ത്യയുടെ രണ്ടാം ആണവ പരീക്ഷണം? മെയ് 11, 13 തീയതികളിൽ 1998 ഇന്ത്യയുടെ രണ്ടാം ആണവ പരീക്ഷണം നടക്കുന്നത്. അതേപോലെ തന്നെ 1998 മെയ് 17 ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? കുടുംബശ്രീ. അപ്പോൾ 1998 മെയ് 17 കുടുംബശ്രീ ആരംഭിക്കുന്ന സമയത്തും ഏതാണ് പഞ്ചവത്സര പദ്ധതി? 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. 9ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് നമ്മുടെ കാർഗിൽ യുദ്ധം നടക്കുന്നത്. ഓക്കെ, അപ്പോൾ കാർഗിൽ യുദ്ധം 1999 കാർഗിൽ യുദ്ധം നടക്കുന്നത്. അതേപോലെ തന്നെ 9ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് SGSY, AAY, അന്നപൂർണ, സ്വജൽധാര, വാംബെ ഇതൊക്കെ വരുന്നത് ഏത് പദ്ധതിയാണ്? 9ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. ഓക്കെ, അതേപോലെ തന്നെ പോട്ട ആക്ട്, പ്രിവെൻഷൻ ഓഫ് ടെററിസം, പോട്ട ആക്ട് അത് 2002. അപ്പോൾ പോട്ട ആക്ട് വരുന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോട്ട ആക്ട്. ഓക്കെ, പോട്ട ആക്ട് 2002 പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ട് നിലവിൽ വന്നത് 9ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. അതേപോലെ തന്നെ 9ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ടത് 6.5 എന്നാൽ കൈവരിച്ചത് 5.4 ആണെന്നുള്ളതും എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അത്രയാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് നമുക്ക് നോക്കാനുള്ളൂ. അപ്പോൾ ഇന്ത്യയിൽ 9ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ എന്ന് മുതൽ എന്ന് വരെയാണ്? 1997 മുതൽ 2002 വരെയുള്ള കാലഘട്ടമാണ് 9ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ സാമൂഹ്യ നീതിക്കും സമത്വത്തിനും ലക്ഷ്യത്തോടെയാണ് 9ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. ഈ 9ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട 3 ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ 1 സ്ത്രീ ശാക്തീകരണം, 2 എന്താണ് വികേന്ദ്രീകൃത ആസൂത്രണവും ഗ്രാമ വികസനവും, 3 പ്രാഥമിക ആരോഗ്യ സൗകര്യം മെച്ചപ്പെടുത്തുക എന്നതായിരുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന കാലത്ത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണെന്ന് ചോദിച്ചാൽ 9ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് സ്വാതന്ത്ര്യത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷിച്ചത് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഈ സമയത്ത് ആരായിരുന്നു പ്രധാനമന്ത്രി എന്ന് ചോദിച്ചാൽ ആരാണ്? അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു ഈ സമയത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ 9ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ഇന്ത്യയുടെ രണ്ടാം ആണവ പരീക്ഷണം നടക്കുന്നത്. രണ്ടാം ആണവ പരീക്ഷണം നടന്ന വർഷം എന്നാ ചോദിച്ചാൽ 1998 മെയ് 11, 13 തീയതികളിലാണ് ഇന്ത്യയുടെ രണ്ടാം ആണവ പരീക്ഷണം നടക്കുന്നത്. 1998 മെയ് 17 ഇമ്പോർട്ടൻ്റ് ആണ്. കുടുംബശ്രീ ആരംഭിച്ചപ്പോൾ 1998 മെയ് 17 കുടുംബശ്രീ ആരംഭിച്ചപ്പോൾ ആരായിരുന്നു?
അതും നമ്മുടെ അടൽ ബിഹാരി വാജ്പേയി 9ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. കാർഗിൽ യുദ്ധം നടന്നത് അത് 1999 കാർഗിൽ യുദ്ധം നടക്കുന്നത്. ആ സമയത്തുമാര് തന്നെയാണ് അടൽ ബിഹാരി വാജ്പേയി. അതേപോലെ തന്നെ 9ാം പഞ്ചവത്സര പദ്ധതി ആയിരുന്നു എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് പോട്ട ആക്ട്, അതായത് പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ട് നടപ്പിലാക്കിയത് 9ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. ഏത് നടപ്പാക്കിയത്? പോട്ട ആക്ട് നടപ്പിലാക്കിയത്. ഈ 9ാം പഞ്ചവത്സര പദ്ധതിയുടെ വളർച്ചാ നിരക്ക് 6.5% ആയിരുന്നു നിലവിൽ ലക്ഷ്യമിട്ടത്. എന്നാൽ കൈവരിച്ചത് എത്രയാണെന്ന് ചോദിച്ചാൽ 5.4% എന്ത് ചെയ്തത്? കൈവരിച്ചത് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്രയും പോയിന്റ്സ് എങ്കിലും ഈ ഒരു 9ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് മക്കളെ ഓർത്തു വച്ചോ. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. എല്ലാ അസംഘടിത തൊഴിലാളികളുടെയും കേന്ദ്രീകൃത ഡാറ്റാബേസ് സൃഷ്ടിക്കുന്നതിനായി താഴെ പറയുന്നവയിൽ ഏത് കേന്ദ്ര മന്ത്രാലയമാണ് ഇസ്രം പോർട്ടൽ ആരംഭിച്ചത്? അപ്പോൾ ഇസ്രം പോർട്ടൽ ആരംഭിച്ച കേന്ദ്ര മന്ത്രാലയം താഴെ പറയുന്നവയിൽ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് ഓപ്ഷൻ നോക്കാം. 1 ധനകാര്യ മന്ത്രാലയം, 2 നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം, ഓപ്ഷൻ സി സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയം, ഓപ്ഷൻ ഡി ലേബർ എംപ്ലോയ്മെൻറ്റ് മന്ത്രാലയം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതാണ് നിലവിൽ ഇസ്രം പോർട്ടൽ ആരംഭിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ലേബർ എംപ്ലോയ്മെൻറ്റ് മന്ത്രാലയമാണ്. അതായത് അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ സമഗ്രമായ ദേശീയ ഡേറ്റാബേസ് സൃഷ്ടിക്കുന്നതിനായി ആരംഭിച്ചതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഇസ്രം പോർട്ടൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ അസംഘടിത മേഖലയിലെ എന്താണ് തൊഴിലാളികളുടെ സമഗ്രമായിട്ടുള്ള ഒരു ഡാറ്റാബേസാണ് എന്തെന്ന് പറയുന്നത്? ഇസ്രം പോർട്ടൽ എന്ന് പറയുന്നത്. ലേബർ എംപ്ലോയ്മെൻറ്റ് മന്ത്രാലയമാണ് ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്? ഇത് സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് നിലവിൽ ഉള്ള മന്ത്രാലയം ചോദിച്ചു കഴിഞ്ഞാൽ അത് ലേബർ എംപ്ലോയ്മെൻറ്റ് മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് ഇസ്രം പോർട്ടൽ ആരംഭിച്ചത്. അപ്പോൾ ലേബർ എംപ്ലോയ്മെൻറ്റ് മന്ത്രാലയത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നതാണ് ഇസ്രം പോർട്ടൽ. എന്താണ് മക്കളെ ഇസ്രം പോർട്ടൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസംഘടിത തൊഴിലാളികളുടെ സമഗ്രമായ ഒരു ദേശീയ ഡാറ്റാബേസാണ്. ഓക്കെ, അപ്പോൾ ദേശീയ ഡാറ്റാബേസാണ് അസംഘടിത തൊഴിലാളികളുടെ എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന ഇസ്രം പോർട്ടൽ എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇത് എന്തിൻ്റെ കീഴിലാണ് വരുന്നത്? ലേബർ എംപ്ലോയ്മെൻറ്റ് മന്ത്രാലയത്തിൻ്റെ കീഴിലാണിത് വരുന്നത്. ഇസ്രം പോർട്ടൽ ആരംഭിച്ചത് എന്നാണ് എന്ന് ചോദിച്ചാൽ അത് 2021 ഓഗസ്റ്റ് 26. ഓക്കെ, അപ്പോൾ 2021 ഓഗസ്റ്റ് 26 ഇസ്രം പോർട്ടൽ ആരംഭിച്ചത്. ഉദ്ഘാടനം ചെയ്ത കേന്ദ്ര തൊഴിൽ മന്ത്രി ആരാന്ന് വെച്ചാൽ ശ്രീ ഭൂപേന്ദർ യാദവാണ്. ഓക്കെ, അപ്പോൾ ശ്രീ ഭൂപേന്ദർ യാദവാണ്, അതായത് കേന്ദ്ര തൊഴിൽ മന്ത്രിയാണ് ശ്രീ ഭൂപേന്ദർ യാദവാണ് ഇസ്രം പോർട്ടൽ എന്ത് ചെയ്തത്? ഉദ്ഘാടനം ചെയ്തത്. അസംഘടിത മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ എത്തിക്കാനായി നൽകുന്ന ഏകീകൃത തിരിച്ചറിയൽ കാർഡാണ് ഇസ്രം കാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇസ്രം കാർഡ് ഇസ്രം കാർഡ് എന്ന് പറയുന്നത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അസംഘടിത മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്ക് എന്ത് ചെയ്യണം? സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളും അതേപോലെ തന്നെ എന്താണ് അത് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നൽകുന്ന ഏകീകൃത തിരിച്ചറിയൽ കാർഡ്. അപ്പോൾ തിരിച്ചറിയൽ കാർഡാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന ഇസ്രം കാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇസ്രം കാർഡ് ലഭിക്കുന്നതിനുള്ള പ്രായപരിധി എത്രയാണെന്ന് ചോദിച്ചാൽ 16നും 59നും ഇടയിലുള്ളവർക്ക് എന്ത് കിട്ടും? ഇസ്രം കാർഡ് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇസ്രം കാർഡ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രായപരിധി എത്രയാണെന്ന് ചോദിച്ചാൽ 16 മുതൽ 59 വരെ ഇടയിൽ ആദായ നികുതി അടയ്ക്കുന്നവർ, അതേപോലെ തന്നെ എന്താണ് EPFO, ESIC എന്നിവയിൽ അംഗമായവർ രജിസ്റ്റർ ചെയ്യാൻ പാടില്ല. ബാക്കി എല്ലാവർക്കും എന്ത് ചെയ്യാം? ഈ പറയുന്ന
16നും 59നും ഇടയിലുള്ള ആർക്ക് വേണമെങ്കിലും അവർക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് ആദായനികുതി അടക്കുന്നവർക്ക് പറ്റത്തില്ല. അതേപോലെ തന്നെ EPFO ഉള്ള, അതേപോലെ തന്നെ ESIC എന്നിവയിൽ അംഗമായവർ രജിസ്റ്റർ ചെയ്യാനായിട്ട് പാടില്ല. ബാക്കി എല്ലാവർക്കും എന്ത് ചെയ്യാം, ഇശ്രം കാർഡ് ലഭിക്കുന്നതാണ്. നിർമ്മാണ തൊഴിലാളികൾ, കുടിയേറ്റ തൊഴിലാളികൾ, പ്ലാറ്റ്ഫോം തൊഴിലാളി, തെരുവ് കച്ചവടക്കാർ, വീട്ടുജോലിക്കാർ, കർഷക തൊഴിലാളി തുടങ്ങിയവർ ഉൾപ്പെടെയുള്ള അസംഘടിത തൊഴിലാളികളുടെ ആദ്യത്തെ ദേശീയ ഡേറ്റാബേസാണ് ഇശ്രം പോർട്ടൽ എന്ന് പറയുന്നത്. രാജ്യത്താകെ ഏകീകൃത തിരിച്ചറിയൽ കാർഡ് നൽകുന്ന പദ്ധതിയാണ് ഇശ്രം കാർഡ് എന്ന് പറയുന്നത്. ഇശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ തൊഴിലാളികൾക്കും 12 അക്ക നമ്പറാണ് ഇതിന് വരുന്നത്. ഓക്കെ, 12 അക്ക നമ്പറാണ് ഏതിന് വരുന്നത്, ഇശ്രം കാർഡിന് വരുന്നത്. അപ്പോൾ ഇശ്രം കാർഡിന് വരുന്നത് എത്രയാണ്, 12 അക്ക നമ്പറാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇശ്രം പോർട്ടൽ സംയോജിപ്പിച്ചിരിക്കുന്ന പദ്ധതികളാണ് നാഷണൽ കരിയർ സർവീസ് NCS പോർട്ടൽ, സ്കിൽ ഇന്ത്യ ഡിജിറ്റൽ ഹബ്ബ്, പ്രധാനമന്ത്രി ശ്രം യോഗി മാൻ ധൻ യോജന സ്കീം. സാമൂഹ്യക്ഷേമ പദ്ധതികളുടെ ഗുണഫലങ്ങൾ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് കൂടി ലഭ്യമാക്കുന്നതോടെയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. ഇശ്രം പോർട്ടൽ രജിസ്ട്രേഷനുമായി സംബന്ധിച്ച തൊഴിലാളികളുടെ എല്ലാ സംശയങ്ങളും പരിഹരിക്കാൻ കേന്ദ്ര തൊഴിൽ മന്ത്രാലയം ആവിഷ്കരിച്ച ദേശീയ ടോൾ ഫ്രീ നമ്പർ എത്രയാണെന്ന് ചോദിച്ചാൽ, ഇശ്രം പോർട്ടലിൻ്റെ ടോൾ ഫ്രീ നമ്പർ ഉണ്ട്. അതെത്രയാണെന്ന് ചോദിച്ചാൽ മക്കളെ 14434 ഓർത്ത് വയ്ക്കുക. അപ്പോൾ 14436 434 ടോൾ ഫ്രീ നമ്പർ എന്ന് പറയുന്നത്. എല്ലാ ജില്ലയിലും ചുമട്ടുകൂലി നിരക്കുകൾ, സംശയ ദൂരീകരണം, പരാതി സമർപ്പിക്കുന്നതിനായി ഇതിനുള്ള സൗകര്യം എന്നിവ ലഭിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് തൊഴിൽ സേവ മൊബൈൽ ആപ്പ്. അപ്പോൾ എല്ലാ ജില്ലകളിലും ചുമട്ടുകൂലി നിരക്കുകൾ, സംശയ ദൂരീകരണം, പരാതി സമർപ്പിക്കുന്നതിനായിട്ടുള്ള സൗകര്യം എന്നിവ ലഭിക്കുന്നതിനായി ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് തൊഴിൽ സേവ. അപ്പോൾ ചുമട്ടുകൂലി എന്നിവയെക്കുറിച്ചുള്ളതാണ് തൊഴിൽ സേവ എന്ന് പറയുന്ന മൊബൈൽ ആപ്പ്. ഓക്കെ, മൊബൈൽ ആപ്പ്. അപ്പോൾ അതും ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞത്. അതായത് നിലവിൽ എല്ലാ അസംഘടിത തൊഴിലാളികളുടെയും കേന്ദ്രീകൃത ഡാറ്റാബേസ് സൃഷ്ടിക്കുന്നതിനായി ലേബർ എംപ്ലോയ്മെൻറ്റ് മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് ഇശ്രം പോർട്ടൽ ആരംഭിച്ചത്. ഈ ഇശ്രം പോർട്ടൽ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ഇത് എന്നാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ 2021 ഓഗസ്റ്റ് 26. എന്താണെന്ന് ചോദിച്ചാൽ ഇശ്രം പോർട്ടൽ അസംഘടിത തൊഴിലാളികളുടെ സമഗ്രമായ ഒരു ദേശീയ ഡാറ്റാബേസാണ് ഇശ്രം പോർട്ടൽ. ഓക്കെ, ഇത് ഉദ്ഘാടനം ചെയ്തത് ആരാന്ന് ചോദിച്ചാൽ ശ്രീ ഭൂപേന്ദർ യാദവാണ്, കേന്ദ്ര തൊഴിൽ മന്ത്രി ശ്രീ ഭൂപേന്ദർ യാദവ്. അസംഘടിത മേഖലയിലെ തൊഴിൽ ചെയ്യുന്നവർക്ക് സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ എത്തിക്കുന്നതിനായി ഏകീകരിച്ച തിരിച്ചറിയൽ കാർഡാണ് എന്തെന്ന് പറയുന്നത്, ഇശ്രം കാർഡ് എന്നുള്ളത്. ഇശ്രം കാർഡ്. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഇശ്രം കാർഡിന് അപ്ലൈ ചെയ്യേണ്ടവർക്ക് പ്രായപരിധി എന്ന് പറയുന്നത് 16 to 59 ഇശ്രം പോർട്ടിൽ ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്നതിനുള്ള പ്രായപരിധി. ഇവർ ആദായനികുതി അടയ്ക്കുന്നവരായിരിക്കരുത്. EPFO, ESIC എന്നിവർ അംഗമാകാൻ പാടില്ല എന്നുള്ളത് പറയുന്നുണ്ട്. ഓക്കെ, അതേപോലെ രാജ്യത്തെ ഏകീകൃത തിരിച്ചറിയൽ കാർഡ് നൽകുന്ന ഈ ഇശ്രം കാർഡിൽ എത്ര അക്ക നമ്പറാണ് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ 12 അക്ക നമ്പറാണ് ഈ കാർഡിൽ വരുന്നത്. അതേപോലെ തന്നെ ഇശ്രം പോർട്ടലിൽ നിലവിൽ നമുക്ക് എന്തു സംശയമുണ്ടെങ്കിലും തൊഴിലാളികൾക്ക് അവരുടെ സംശയങ്ങൾ പരിഹരിക്കാനായിട്ട് കൊടുത്തിരിക്കുന്ന ടോൾ ഫ്രീ നമ്പറാണ് 14434 എന്ന് പറയുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ചാൽ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിലവിൽ ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ക്ലാസ് കണ്ടു കഴിഞ്ഞാലുടൻ ഇതിൻ്റെ PDF നോട്ടും വൈകുന്നേരം ഈ നിലവിലെ ചോദ്യങ്ങളുടെ എല്ലാത്തിൻ്റെയും ക്വസ്റ്റ്യൻ ബോളും നമ്മുടെ ടെലഗ്രാമിൽ ഉണ്ടായിരിക്കുന്നതാണ്. അതിൽ എല്ലാവരും അറ്റൻഡ് ചെയ്യുക. നമ്മൾ നന്നായിട്ട് പഠിച്ചാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഔട്ട്പുട്ട് അടുത്ത ദിവസങ്ങളിൽ വരുന്ന എല്ലാ എക്സാമുകൾക്കും ലഭിക്കുന്നതായിരിക്കും. നന്നായി പഠിക്കുക, പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യുക, കഷ്ടപ്പെട്ട് ഇഷ്ടത്തോടെ പഠിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ലഭിക്കും 2025 നിങ്ങളുടെ സ്വപ്ന ജോലി. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ അടുത്ത എക്സാമുകൾക്ക് വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ച് നിർത്തുന്നു. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.